So, hello guys. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യാൻ പോവാണ് MI A3-ൻ്റെ. അപ്പോൾ ഇതെൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ആണ്. ഒരു 4 months-ആയി ഇത് മേടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസ് എന്താ കോൺസ് എന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഇത് വർത്താണോ ഇപ്പോൾ മേടിക്കാൻ 2020 അതിന് വേണ്ടിയിട്ടും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഡിസൈൻ ആൻഡ് ഫോം ഫാക്ടറിനെ പറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഫോം ഫാക്ടറിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 14,000 രൂപയുടെ ഉള്ളൊരു കോമ്പാക്ട് ഫോൺ വിത്ത് പ്രീമിയം ബിൽഡ് ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഫോണും കിട്ടില്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ MI A3 അല്ലാതെ. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് പാക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭയങ്കര ഒരു കോമ്പാക്റ്റാണ്. ഇന്നത്തെ ഫോണൊക്കെ 6.4 6.5 ഇഞ്ചസിലാണ് വരുന്നത്. അത് 1 hand യൂസേജിന് കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇത് 1 hand യൂസേജിന് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഈ ഫോൺ മേടിക്കേണ്ട മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈന് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ഉണ്ട്. പക്ഷേ ബോക്സിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടില്ല. നിങ്ങൾക്ക് MIയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു 18 വാട്ടിൻ്റെ ചാർജ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു 500 രൂപയുടെ അടുത്ത് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഇതിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. IR ബ്ലാസ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ TV AC ഒക്കെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ USB-C ടൈപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ വരുന്ന ഫോണിലൊക്കെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഒമിറ്റ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇതിൽ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് ഇതിൽ 5/5 മാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്യാമറേനെ പറ്റി നോക്കാം. അപ്പോൾ ക്യാമറേനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ 3 ക്യാമറ എന്നിട്ടുണ്ട്. ഒരെണ്ണമാണ് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ. അത് 1.8 അപ്പാച്ചറിലാണ് വരുന്നത്. ഈ അപ്പാച്ചറിൻ്റെ വാല്യൂ എത്ര കുറവായിരിക്കണോ അത്രയ്ക്ക് നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിലോ നല്ല ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. നമുക്ക് 2.0 സംതിങ് ആണെങ്കിൽ അത്രയ്ക്ക് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ അത്ര നല്ല ക്ലാരിറ്റി കിട്ടില്ല. ബിക്കോസ് 1.8 അപ്പാച്ചർ ആകുമ്പോൾ ലൈറ്റ് നന്നായി വലിച്ചെടുക്കും ലെൻസ്. അപ്പോൾ അത്രയ്ക്ക് നല്ല ക്ലാരിറ്റി ആവും കിട്ടുന്നത് നമുക്ക് ലോ ലൈറ്റിൽ. അപ്പോൾ ഇത് നമ്മൾ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ആ സെൻസറിൻ്റെ അപ്പാച്ചർ എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ അപ്പാച്ചറാണ് 1.8. അപ്പോൾ അത്യാവശ്യം ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ സെൻസർ കൊടുത്തിരിക്കുന്നത് സോണി IMX586. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സെൻസറാണ്. OnePlus 7 ഉപയോഗിച്ചിരുന്ന ഒരു സെൻസറാണ്. നല്ലൊരു സോണിയുടെ സെൻസറാണ്. ഭയങ്കര നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ പറ്റും. അത് ഗ്യാരൻറ്റീഡാണ്. പിന്നെ ഒരെണ്ണം അൾട്രാ വൈഡിൻ്റെ സെൻസർ വന്നിട്ട് അത് 8 മെഗാ പിക്സലിൻ്റെ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ്. അപ്പോൾ നിങ്ങൾക്ക് പോർട്രേറ്റ് ഷോട്ട്സ് അങ്ങനത്തെ വല്ലതും എടുക്കുകയാണെങ്കിൽ ഈ ക്യാമറ നന്നായിട്ട് എഡ്ജസൊക്കെ നന്നായിട്ട് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു ക്യാമറയാണ് ബാക്കിൽ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറേനെ പറ്റി നോക്കാം. ഫ്രണ്ട് ക്യാമറേനെ പറ്റി നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് സെൽഫീസ് ലവേഴ്സ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബിക്കോസ് അത്രയ്ക്ക് നല്ല ക്ലാരിറ്റിയിലാണ് ഇതിൻ്റെ ഫോട്ടോസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് സെൽഫീസോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിലാണ് ഇതിൻ്റെ ഫോട്ടോസ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെനിക്ക് ഭയങ്കര ഇമ്പ്രസ്സായി തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഫോം ഫാക്ടർ, ബിക്കോസ് ഇത് അധികം വലുപ്പമില്ല, നമുക്ക് കയ്യിൽ സുഖമായിട്ട് 1 hand യൂസേജിന് നല്ലൊരു സുഖമുള്ള ഫോണാണ്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ചിലവർക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടം ഉണ്ടാവില്ല. ബിക്കോസ് കോൾ റെക്കോർഡിങ് സ്ക്രീൻ റെക്കോർഡിങ്ങും ഫീച്ചറൊന്നും ഉണ്ടാവില്ല. വെറും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടും. അത് ചിലവരുടെ പ്രിഫറൻസ്. എനിക്ക് പൊതുവേ സ്റ്റോക്ക് ആൻഡ്രോയിഡിലാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ 3-ാമത്തെ കാര്യം ഇതിൻ്റെ ക്യാമറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലോ ലൈറ്റ് കണ്ടീഷൻസിലും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ലോ ലൈറ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ലോ ലൈറ്റ് ക്യാപ്പബിലിറ്റി ഭയങ്കര നന്നായിട്ടുണ്ട്. അപ്പോൾ ലോ ലൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക്
ഗൂഗിൾ ക്യാമറ വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ വീഡിയോ റെക്കോർഡിങ് നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. നല്ല സ്റ്റേബിളായ വീഡിയോ റെക്കോർഡിങ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. എനിക്ക് അതിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 665 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഒക്ടോകോർ പ്രോസസ്സറാണ്, ഒരു പുതിയ ചിപ്പ് സെറ്റാണ്. പിന്നെ അത്യാവശ്യം പവർഫുള്ളാണത്. പിന്നെ ഇതിൽ നമുക്ക് LPDDR4 റാമാണ് കൊടുത്തിരിക്കുന്നത്. 4GB വേരിയൻറ്റ് വരുന്നുണ്ട്, 6GB വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ LPDDR4 പറയുകയാണെങ്കിൽ നന്നായി ഫാസ്റ്റുള്ള റാമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഡിവൈസ് മേടിക്കുമ്പോൾ അതിലത്തെ റാം ഏതാണ് നമ്മൾ നോക്കണം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അതിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും LPDDR4 റാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ്. അത് നന്നായി നല്ല ഫാസ്റ്റുള്ളൊരു റാമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ്, ഇതിൽ നിങ്ങൾക്ക് 64GBയുടെയും 128GB രണ്ട് സ്റ്റോറേജ് വേരിയൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ UFS 2.1 സ്റ്റോറേജാണ്. മറ്റ് സാധാരണ ഫോണിലൊക്കെ eMMCയുടെ ഒരു സ്റ്റോറേജാണ് കിട്ടുന്നത്. അത് ഭയങ്കര സ്ലോ ആയിരിക്കും. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും UFS 2.1ൽ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും പിന്നെ ആപ്പ് ഓപ്പണിംഗ് ടൈമും ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല ഈ ഡിവൈസിൽ. അപ്പോൾ ഗെയിമിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ അത്ര ഇഷ്ടപ്പെടില്ല. ബിക്കോസ് PUBG, കോൾ ഓഫ് ഡ്യൂട്ടി അതൊക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണൊന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ഇതിൻ്റെ പ്രോസസ്സർ അത്രയ്ക്കും പവർഫുള്ളാണ്. പക്ഷേ ആ ഗെയിംസൊക്കെ കളിക്കണം നല്ല പവർഫുൾ പ്രോസസ്സർ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ആ ഗെയിംസ് PUBG ഒക്കെ നിങ്ങൾക്ക് കളിക്കാം, പക്ഷേ മീഡിയം സെറ്റിങ്സിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഗെയിമേഴ്സിന് ഞാൻ ഒരിക്കലും ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ കുറേ പേര് കുറ്റം പറയണ കേട്ടിട്ടുണ്ട്. ഇത് വെറും ഒരു HD ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് അത്രയ്ക്ക് നല്ല ഡിസ്പ്ലേ അല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കളേഴ്സൊക്കെ നന്നായിട്ട് ബൂസ്റ്റായി കിട്ടും. പിന്നെ ബ്ലാക്ക് ലെവൽസൊക്കെ അത്രയ്ക്കും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൂവീസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു IPS ഫുൾ HD ഡിസ്പ്ലേൻ്റെ കാട്ടും കാണാൻ രസം ഇതിലായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഫോണ് കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും IPS ഡിസ്പ്ലേയും പിന്നെ ഫുൾ HD ഡിസ്പ്ലേൻ്റെയും തമ്മിൽ. പക്ഷേ ഡേ ടു ഡേ ലൈഫ് യൂസേജിൽ ഒരു കുഴപ്പം വരില്ല. ഇതിൽ അത്രയ്ക്ക് നല്ലൊരു ഇംപ്രസീവ് ഡിസ്പ്ലേ ആണ് സൂപ്പർ AMOLED ആയതുകൊണ്ട്. വെറും 720 HD ഡിസ്പ്ലേ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് എൻ്റെ കാര്യം വിശ്വാസമാണെങ്കിൽ നിങ്ങളൊരു MI സ്റ്റോറിൽ പോവുക, നിങ്ങൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ഈ ഫോൺ മേടിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റീസാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടത്. ഞാൻ Asus ZenFone Max Pro M1 യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ IPSൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേയുടെ ആയിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് MI A3യുടെ ഡിസ്പ്ലേ ആണ്, ബിക്കോസ് ഓഫ് സൂപ്പർ AMOLED ഡിസ്പ്ലേ. ഇനി നമുക്ക് ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ബാറ്ററി 4030 mAhൻ്റെ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫ് സൂപ്പറായിട്ടാണ് കിട്ടുന്നത്. 1.5 days ഈസിലി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ബാറ്ററി എഫിഷ്യൻറ്റ് ചിപ്പ് സെറ്റുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 665 പ്ലസ് 720p ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 720 ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ബാറ്ററി കൺസ്യൂം ചെയ്യില്ല. പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ബാറ്ററി എഫിഷ്യൻ്റാണ്. അഥവാ നിങ്ങളൊരു ബ്ലാക്ക് വാൾപേപ്പറൊക്കെ AMOLEഡിൻ്റെ പറ്റിയിട്ടുള്ളൊരു വാൾപേപ്പർ നിങ്ങൾ അതിൽ വാൾപേപ്പറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും ഈ ഫോണ്. 1.5 days ഈസിലി നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷേ ഒരു കോൺ എനിക്ക് തോന്നിയത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ MIക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കായിരുന്നു. ഇതിൻ്റെ ഉള്ള ഒരു 10 wattsൻ്റെ ചാർജറാണ് വരുന്നത്. ഇത് 18 watts ചാർജർ സപ്പോർട്ട് ചെയ്യും. MIയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്കൊരു 500 കൊടുത്തു കഴിഞ്ഞാൽ 18 wattsൻ്റെ ചാർജർ മേടിക്കാനതേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ചെറിയൊരു കോണായിട്ട് തോന്നി. അപ്പോൾ കോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ കോൺസ് എനിക്ക് തോന്നിയെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബോക്സിൽ ഇൻക്ലൂഡഡ് അല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജർ. അത് നമുക്ക് വേറെ മേടിക്കേണ്ടി വരും. അതൊന്നാമത്തെ കോണ്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഭയങ്കര സ്ലോ ആണ്. അതിൻ്റെ ആയിട്ട് നിങ്ങൾ ഒരു ലോക്ക് വയ്ക്കുകയാണെങ്കിൽ
ഫേസ് അൺലോക്കിങ് വയ്ക്കുക, അത് കുറച്ചുകൂടി ഫാസ്റ്റാണ്. പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഭയങ്കര സ്ലോ ആണ്. അത്രയും സ്ലോ അല്ല, നമ്മളിപ്പോൾ ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റിനെക്കാട്ടും ഭയങ്കര സ്ലോ ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ MI A3യിൽ. പിന്നെ മൂന്നാമത്തെ കോൺ എനിക്ക് തോന്നിയത്, ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, പിന്നെ ആൻഡ്രോയിഡ് 1 ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യം അപ്ഡേറ്റ്സ് കിട്ടേണ്ടത് ഈ ഡിവൈസിലാണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഇതിൽ ആൻഡ്രോയിഡ് 10 കിട്ടിയിട്ടില്ല. അവർ പ്രോമിസ് ചെയ്തത് ഒക്ടോബറിൽ ഇതിൽ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് കിട്ടും. പക്ഷേ ഇപ്പോൾ 2020 മാർച്ച് കഴിഞ്ഞു, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ്. ഈ 3 കോൺസാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഫോണിൽ. പിന്നെ ഗെയിംസിന് ഈ ഫോൺ പറ്റില്ല, അതൊരു ചെറിയൊരു കോണാണ്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ ഫോണ് ഫോർ ദ പ്രൈസ് ഗെയിംസ് കളിക്കാത്തവരാണെങ്കിൽ ഈ ഫോൺ അവർക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.